ചില കിംവദന്തികൾക്ക് ഒരു സാമ്രാജ്യത്തേക്കാൾ വിലയുണ്ട്. അവ മനുഷ്യന്റെ അടങ്ങാത്ത വിശപ്പിനെയാണൂട്ടുന്നത്, അതിമോഹത്തെ. 16-ാം നൂറ്റാണ്ടിൽ അങ്ങനെയൊരു കിംവദന്തി യൂറോപ്പിന്റെ ഹൃദയത്തിൽ ഒരു തീ പോലെ പടർന്നു. സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു നഗരത്തെക്കുറിച്ചുള്ള കിംവദന്തി. ഈ കഥയുടെ ഉറവിടം തേടി നമ്മൾ ലോകത്തിന്റെ മറ്റൊരറ്റത്തേക്ക് പോകണം. ശിരസ്സുയർത്തി നിൽക്കുന്ന ആൻഡീസ് പർവ്വതനിരകൾക്കിടയിൽ കാലം പോലും മറന്നുപോയ ഒരു ആചാരമുണ്ടായിരുന്നു. മൂയിസ്ക ഗോത്രവർഗം അവരുടെ പുതിയ രാജാവിനെ അഭിഷേകം ചെയ്തിരുന്നത് വെള്ളം കൊണ്ടായിരുന്നില്ല, സ്വർണം കൊണ്ടായിരുന്നു. അതൊരു കാഴ്ചയാണ്, ഒരു മനുഷ്യൻ ദൈവമായി മാറുന്ന നിമിഷം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിലയേറിയ പശ പുരട്ടി അതിനു മുകളിൽ സ്വർണത്തിന്റെ നേർത്ത പൊടി ഊതിച്ചേർക്കും. സൂര്യരശ്മിയിൽ അദ്ദേഹത്തിന്റെ ശരീരം ഒരു നക്ഷത്രം പോലെ ജ്വലിക്കും. ഇതായിരുന്നു യഥാർത്ഥ എൽ ഡൊറാഡോ, സ്വർണമനുഷ്യൻ. പിന്നീട് ആ സ്വർണരൂപം ഒരു ചങ്ങാതത്തിൽ വിശുദ്ധമായ ഗ്വാട്ടവിത്ത തടാകത്തിന്റെ നിശ്ചലമായ ഹൃദയത്തിലേക്ക് യാത്രയാകും. അവിടെ വെച്ച് ഒരു നിശബ്ദമായ പ്രാർത്ഥനയോടെ അദ്ദേഹം ആ തടാകത്തിന്റെ ഇരുണ്ട ഗർഭത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ദൈവങ്ങൾക്കുള്ള കാഴ്ചയായി ആ സ്വർണം മുഴുവൻ വെള്ളത്തിലലിയും. എന്നാൽ ഈ പരിശുദ്ധമായ കഥ അത്യാഗ്രഹികളുടെ കാതുകളിലെത്തിയപ്പോൾ അതൊരു വേട്ടയുടെ ഭൂപടമായി മാറി. സ്വർണമനുഷ്യന്റെ കഥ ഒരു സ്വർണ സാമ്രാജ്യത്തിന്റെ കഥയായി വളർന്നു. കാടിന്റെ പച്ചപ്പിൽ മറഞ്ഞിരിക്കുന്ന തെരുവുകളും കൊട്ടാരങ്ങളും തനിത്തങ്കത്തിൽ തീർത്ത മനോവ എന്ന സ്വപ്നനഗരം. ഈ സംഭവമാണ് ഒരു കൊടുങ്കാറ്റുപോലെ ഇംഗ്ലണ്ടിലും ആഞ്ഞടിച്ചത്. ഇനി നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാം. നമ്മൾ ശരിക്കും ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നും അവിടെ എത്രയാണ് ഇപ്പോൾ സമയമെന്നും കമന്റ് ചെയ്യാമോ? കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇംഗ്ലണ്ടിൽ മഞ്ഞും മഴയും കലർന്ന ഒരു രാത്രി. ലണ്ടനിലെ ഒരു പഴയ സത്രത്തിൽ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞ ഒരു പറ്റം ചെറുപ്പക്കാർ. നാളെയെന്നൊന്നില്ലാതെ ഇന്നത്തെ ലഹരിയിൽ അവർ അഭയം തേടിയിരുന്നു. ആ മുറിയിലെ മങ്ങിയ വെളിച്ചം കീറിമുറിച്ച് ഒരു നിഴൽ അകത്തേക്ക് വന്നു. പിറകെ അയാളും. കണ്ണുകളിൽ ഒരു സാമ്രാജ്യത്തിന്റെ സ്വപ്നവും ഹൃദയത്തിൽ ഒരു യുദ്ധത്തിന്റെ മുറിപ്പാടും പേറുന്ന ഒരാൾ. ഒരു കാലത്ത് രാജ്ഞിയുടെ പ്രിയപ്പെട്ടവൻ, ഇപ്പോൾ രാജകൊട്ടാരത്തിന്റെ പടിക്ക് പുറത്തായവൻ, സർ വാൾട്ടർ റാലി. അദ്ദേഹം ഒരു ഭൂപടം മേശപ്പുറത്ത് നിവർത്തി. ചുറ്റും കൂടിയവരുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. സ്പെയിനിന്റെ കാൽക്കീഴിലാകേണ്ടതല്ല ഇംഗ്ലണ്ടിന്റെ വിധിയെന്നും ചരിത്രത്തിന്റെ താളുകളിൽ തങ്ങളുടെ പേരുകൾ സ്വർണത്തിൽ എഴുതാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആ വാക്കുകൾ ഒരു തീയായിരുന്നു. ആ സത്രത്തിലെ ഓരോരുത്തരുടെയും ഉള്ളിൽ അത് ആളിപ്പടർന്നു. ഒടുവിൽ റാലി ആൾക്കൂട്ടത്തെ നോക്കി. ആ നോട്ടത്തിൽ ഒരു ചോദ്യം മാത്രമല്ല, ഒരു വെല്ലുവിളിയുമുണ്ടായിരുന്നു. ഈ ഭൂപടത്തിലെ സ്വപ്നത്തിന് ജീവൻ നൽകാൻ, കടലിനക്കരെ ഒരു പുതിയ ലോകം തീർക്കാൻ ആരാണ് എൻ്റെ കൂടെ മരണത്തെ മുഖാമുഖം കാണാൻ വരുന്നത്? ആ നിമിഷം ആ സത്രത്തിലുണ്ടായിരുന്നത് പരാജയപ്പെട്ടവരല്ലായിരുന്നു, മറിച്ച് ചരിത്രമെഴുതാൻ തയ്യാറെടുത്ത ഒരു പറ്റം സാഹസികരായിരുന്നു. പക്ഷേ ചരിത്രം രക്തത്തിലും സ്വർണത്തിലുമാണ് എഴുതുന്നത്. അവരുടെ ആദ്യത്തെ യുദ്ധം കടലിലായിരുന്നില്ല, കൊട്ടാരത്തിലായിരുന്നു. സർ വാൾട്ടർ റാലിയുടെ എൽ ഡൊറാഡോ എന്ന സ്വപ്നത്തിന് ആകാശമാകാൻ കഴിയുമായിരുന്നത് ഒരാൾക്ക് മാത്രമായിരുന്നു, ഇംഗ്ലണ്ടിന്റെ ഉരുക്കു വനിത രാജ്ഞി എലിസബത്തിന്. ആ പഴയ സത്രത്തിലെ ആവേശഭരിതമായ രാത്രിക്ക് ശേഷം റാലിയുടെ പോരാട്ടം തുടങ്ങുന്നത് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ തണുത്ത മാർബിൾ നിലങ്ങളിൽ നിന്നായിരുന്നു. റാലി രാജ്ഞിയുടെ മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു യാചകനായിരുന്നില്ല, മറിച്ച് ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം വിൽക്കാൻ ശ്രമിച്ചത് ഒരു യാത്രയുടെ അനുവാദമല്ല, മറിച്ച് ഇംഗ്ലണ്ടിന്റെ ഭാവിയായിരുന്നു. അദ്ദേഹം എൽ ഡൊറാഡോയെക്കുറിച്ച് വിവരിച്ചു. പക്ഷേ അത് സ്വർണത്തിന്റെ മാത്രം കഥയായിരുന്നില്ല, അത് അധികാരത്തിന്റെ കഥയായിരുന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന സ്പെയിനിന്റെ അതേ മണ്ണിൽ അവരുടെ മൂക്കിനു താഴെ ഒരു ഇംഗ്ലീഷ് സാമ്രാജ്യത്തിന്റെ വിത്തുപാകുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഗയാനയിലെ സ്വർണം ഇംഗ്ലണ്ടിന്റെ ഖജനാവിലെത്തുമ്പോൾ സ്പെയിനിന്റെ അഹങ്കാരത്തിന് എന്ത് വിലയുണ്ടാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. രാജ്ഞി കേട്ടിരുന്നു. അവരുടെ മുഖത്ത് ഭാവങ്ങൾ മാറിമറിഞ്ഞു. അവർ ഒരു ഭരണാധികാരിയായിരുന്നു. ഒരു സ്വപ്നജീവിയേക്കാൾ ഒരു കച്ചവടക്കാരിയുടെ കണക്കുകൂട്ടലുകൾ അവർക്കുണ്ടായിരുന്നു.
ഇത് വലിയൊരു ചൂതാട്ടമാണ്. വിജയിച്ചാൽ ഇംഗ്ലണ്ടിന് ലോകത്തിന്റെ നെറുകയിലെത്താം. പക്ഷേ പരാജയപ്പെട്ടാലോ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ സ്പെയിനുമായി ഒരു തുറന്ന യുദ്ധം. അതിൻ്റെ പ്രത്യാഘാതം ഇംഗ്ലണ്ടിനെ തന്നെ ഇല്ലാതാക്കിയേക്കാം. ഈ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ നിഴലുകളിൽ സ്പെയിനിൻ്റെ കണ്ണുകൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സ്പാനിഷ് അംബാസഡറുടെ ചാരന്മാർ റാലിയുടെ ഓരോ ചലനവും ചോർത്തിയെടുത്ത് മഡ്രിഡിലെ രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അവർക്ക് റാലി ഒരു സാഹസികനായിരുന്നില്ല, മറിച്ച് അവരുടെ മണ്ണിൽ അതിക്രമിച്ചു കയറാൻ വരുന്ന ഒരു കടൽ കൊള്ളക്കാരൻ മാത്രമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി റാലിയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി. കൊട്ടാരത്തിലെ അടക്കിപ്പിടിച്ച സംസാരങ്ങളിൽ പരിഹാസം നിറഞ്ഞു. റാലിയുടെ സ്വർണഭ്രാന്തി എന്ന് പലരും രഹസ്യമായി പറഞ്ഞു ചിരിച്ചു. ഒടുവിൽ ഒരു നാൾ രാജ്ഞിയുടെ മുദ്ര പതിച്ച ഒരു കത്ത് റാലിയുടെ കൈകളിലെത്തി. അതൊരു പൂർണ്ണമായ അനുവാദമായിരുന്നില്ല, അതൊരു പരീക്ഷണമായിരുന്നു. രാജ്ഞി ആ യാത്രയ്ക്ക് അനുവാദം നൽകിയിരിക്കുന്നു, പക്ഷേ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം. പരാജയപ്പെട്ടാൽ, ഇംഗ്ലണ്ടിന്റെ പേരിന് കളങ്കം ചാർത്തിയാൽ, റാലിയെ സംരക്ഷിക്കാൻ ഈ കൊട്ടാരത്തിൽ ആരുമുണ്ടാകില്ല. അതിലുപരി ഒരു താക്കീത് കൂടിയുണ്ടായിരുന്നു: സ്പെയിനിന്റെ കപ്പലുകളെ പ്രകോപിപ്പിക്കരുത്. റാലിക്ക് വേണ്ടത് കിട്ടി. അതൊരു ഞാണിന്മേൽ കളിയാണ്. ഒരു കൈയിൽ രാജ്ഞിയുടെ അനുഗ്രഹം, മറുകൈയിൽ സ്പെയിനിന്റെ മരണവാറണ്ട്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. റാലിയുടെ യാത്രയ്ക്ക് രാജ്ഞി പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ലണ്ടനിലെ തെരുവുകളിൽ വീണ്ടും ആവേശം അലയടിച്ചു. സാഹസികർ, പട്ടാളക്കാർ, കടലറിഞ്ഞു നടന്ന നാവികർ എല്ലാവരും റാലിയുടെ കപ്പലിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അവരുടെ കണ്ണുകളിൽ സ്വർണത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. അങ്ങനെ കപ്പലുകൾ ഒരുങ്ങുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വപ്നവേട്ടയ്ക്കായി. ഒരു സ്വപ്നമുണ്ടെന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ല മോനെ, അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കണ്ടേ? രാജ്ഞി സമ്മതം തന്നെന്ന് വെച്ച് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ആമസോണിലോട്ടങ്ങ് പൊങ്ങിച്ചാടാൻ പറ്റുമോ? ഇല്ല. അതിന് കപ്പല് വേണം, ആള് വേണം, പിന്നെ മാസങ്ങളോളം കടിക്കാനൊരു കഷ്ണം റൊട്ടിയെങ്കിലും വേണം. അതുകൊണ്ട് നമ്മുടെ റാലിച്ചായൻ നേരെ ലണ്ടനിലെ തുറമുഖത്തോട്ട് വിട്ടു. അവിടെ പിന്നെ ബഹളോ മേളോ ഒക്കെ അങ്ങ് തുടങ്ങി. ഒരു പെരുന്നാളിൻ്റെ തിരക്കാന്നേ. ആശാരിമാര് മരമൊക്കെ ചെത്തി മിനിക്കുന്ന ഒച്ച, ഇരുമ്പ് പണിക്കാര് ആണിയടിക്കുന്ന ഒച്ച, പിന്നെ അങ്ങോട്ട് മാറ്റ് ഇങ്ങോട്ട് പിടി എന്നൊക്കെയുള്ള വിളിയും. മൊത്തത്തിലൊരു ജഗപൊക. റാലിച്ചായൻ്റെ മെയിൻ കപ്പലില്ലേ, അതൊരു സംഭവം തന്നെയായിരുന്നു. ഒരു സിംഹത്തിൻ്റെ ഗമയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതിൻ്റെ കൂടെ കൊച്ചു കൊച്ചു കപ്പലുകളും ഒരുങ്ങി. ചിലത് മുമ്പേ പോയി വഴികാട്ടാൻ, ചിലത് പിന്നാലെ സാധനങ്ങളൊക്കെ ആയിട്ട് വരാൻ, പിന്നെ വല്ല കാര്യത്തിനും ഒന്ന് ഇടിക്കാൻ വേണ്ടിയും ഒരെണ്ണം. അങ്ങനെ ഒരു കൊച്ചു കപ്പൽപ്പട തന്നെ റെഡി. പിന്നീട് ആ കപ്പലിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റുന്ന കാഴ്ച കാണണം. എന്നാ മാതിരി ഒരുക്കങ്ങളാന്നോ! 100 കണക്കിന് വീപ്പയ്ക്കകത്ത് ഉപ്പിലിട്ട പോത്തിറച്ചിയും കരിമീനും. അയ്യോ, കരിമീനല്ല, അവിടുത്തെ ഏതോ മീൻ. പിന്നെ പല്ലിളിച്ചോണ്ട് കടിച്ചു പൊട്ടിക്കാൻ പാകത്തിനുള്ള കട്ടിറൊട്ടി. ഇതൊക്കെ മാസങ്ങളോളം കേടാവാതിരിക്കണ്ടേ? വെള്ളവും വീഞ്ഞും ഒക്കെ വേറെ. എന്നാലും ഈ കപ്പലിൻ്റെ ശരിക്കുള്ള ജീവൻ ഇതൊന്നും അല്ലായിരുന്നു. അതിനകത്തോട്ട് കയറിപ്പറ്റിയ ആൾക്കാരായിരുന്നു. എത്ര തരം മനുഷ്യന്മാരാന്നോ! ഒരു സൈഡിൽ റാലിച്ചായനെ പോലെ വലിയ സ്വപ്നങ്ങളൊക്കെയുള്ള കൊച്ചു മുതലാളിമാർ, നല്ല മിന്നുന്ന വാളും പളപളപ്പൻ കുപ്പായവുമൊക്കെ ആയിട്ട് വലിയ ജാടയിലായിരിപ്പ്. മറ്റേ സൈഡിലോ, ജീവിതം ഒരു കരക്കെത്തിക്കാൻ വേണ്ടി ഏത് കടലിലും ചാടാൻ മടിയില്ലാത്ത കുറേ പാവപ്പെട്ട നാവികർ. കപ്പലിലെ കയറ് വലിച്ച് വലിച്ച് അവരുടെ കയ്യിലൊക്കെ തഴമ്പ് വീണിട്ടുണ്ട്. ഇവരുടെ കൂടെ എന്തിനും പോന്ന കുറേ പട്ടാളക്കാരും. സ്പെയിൻകാർ വാളെടുത്ത് വന്നാലോ, കാട്ടിൽ വല്ല പുലിയും ചാടി വീണാലോ ഒന്ന് ഇടിക്കാൻ വേണ്ടിയാ ഇവരെ. തോക്ക ഇവരുടെ ബൈബിള്. അങ്ങനെ കപ്പൽ നിറയെ ആൾക്കാരും സാധനങ്ങളുമായി. ഓരോരുത്തരും തങ്ങളുടെ വീടും വീട്ടുകാരെയും ഒക്കെ മനസ്സിലോർത്ത് ഒരു ദീർഘനിശ്വാസം എടുത്തിട്ടുണ്ടാകും. ഇനി എന്നാ തിരിച്ചു വരുന്നേ, അതോ തിരിച്ചു വരുമോ എന്ന് പോലും ആർക്കും ഒരു പിടിയുമില്ല. ഒടുവിൽ ആ ദിവസം വന്നു. കപ്പലിൻ്റെ നങ്കൂരം പൊക്കി, കാറ്റിൽ നിറഞ്ഞ് വലിയ പായകൾ വീർത്തു. കര പതിയെ പിന്നോട്ട് മാഞ്ഞു തുടങ്ങി. മുന്നിൽ അറ്റമില്ലാതെ കിടക്കുന്ന കടൽ മാത്രം. അവരുടെ കണ്ണുകളിൽ ഒരേ സമയം പേടിയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു.
പേടി ഈ മഹാസമുദ്രത്തെക്കുറിച്ചുള്ളതായിരുന്നു. പ്രതീക്ഷയോ കടലിനക്കരെ അവരെ കാത്തിരിക്കുന്ന ആ സ്വർണ്ണ നഗരത്തെക്കുറിച്ചും. ആ യാത്ര തുടങ്ങുകയായിരുന്നു. കരയിൽ നിന്നിറങ്ങുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമൊക്കെ ആയിരുന്നു. എന്നാത്തിനാ പേടിക്കുന്നേ? റാലിച്ചായനില്ലേ കൂടെ? സ്വർണം വാരി നമ്മളങ്ങ് കോടീശ്വരന്മാരാവില്ലേ എന്നൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും വിചാരം. പക്ഷേ കടലുണ്ടല്ലോ, ഈ കടല്, അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധനമല്ല. അതിൻ്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് ഒരു പിടിയും കിട്ടില്ല. ആദ്യത്തെ കുറച്ച് ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല കാറ്റും വെയിലുമൊക്കെയായിട്ട് കപ്പലങ്ങനെ മുന്നോട്ടു പോയി. പിള്ളാരൊക്കെ പാട്ടും കൂത്തുമൊക്കെയായിട്ട് ഒരുവിധം തള്ളി നീക്കി. എന്നാൽ ആഴ്ചകളങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സംഗതി പതിയെ മാറിത്തുടങ്ങി. എന്നും കാലത്ത് എണീക്കുമ്പോൾ കാണുന്നത് ഒരേ കാഴ്ച. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അങ്ങ് ദൂരെ ആകാശവും കടലും മുട്ടി നിൽക്കുന്ന ഒരു വരം മാത്രം, വേറൊന്നുമില്ല. ആ കാഴ്ച കണ്ടുകണ്ട് എല്ലാവർക്കും ഒരുതരം മടുപ്പ് കയറിത്തുടങ്ങി. അതിനേക്കാൾ കഷ്ടമായിരുന്നു തിറ്റയുടെ കാര്യം. ഉപ്പിലിട്ട ആ പോത്തിറച്ചിയില്ലേ, അതിന് കപ്പലിലെ മരപ്പലകയുടെ ചുവയായിരുന്നു. കട്ടിറൊട്ടിയാണെങ്കിൽ കടിച്ചാൽ പല്ലുപോകും. വെള്ളത്തിനൊരുമാതിരി പായൽ മണം. ചിലപ്പോഴൊക്കെ തോന്നും ഇതിലും ഭേദം പട്ടിണി കടക്കുന്നതാണെന്ന്. രാത്രി കപ്പലിന്റെ അടിത്തട്ടിൽ കിടക്കുമ്പോഴോ എലിയും പാറ്റയും ദേഹത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് കാണാം. ഒരിത്തിരി സ്ഥലത്ത് ഞെങ്ങി ഞെരുങ്ങിയൊരു കിടപ്പ്. ഇതൊക്കെ സഹിക്കാം. പക്ഷേ ഒരു ദിവസം രാത്രി കടലിന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തുവന്നു. ആകാശമങ്ങ് കരുത്തിരുണ്ടു. ഒരു ചെകുത്താൻ കാതടപ്പിക്കുന്ന ഒച്ചയോടെ വന്ന് ഊതുന്ന പോലെ ഒരു കാറ്റ്. കപ്പലിനെ എടുത്ത് പന്തടിക്കുന്ന പോലെ കൂറ്റൻ തിരമാലകൾ. ഓരോ തിര വന്നടിക്കുമ്പോഴും തോന്നും കപ്പലിന്റെ പലകയൊക്കെ ഇളകി ദൂരെ തെറിച്ചു പോകുമെന്ന്. അകത്തിരിക്കുന്ന ഞങ്ങളൊക്കെ ഉരുണ്ട് താഴെ വീണു. പലരുടെയും തലയും നെറ്റിയുമൊക്കെ പൊട്ടി ചോര വന്നു. ചിലര് പേടിച്ച് ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി. ചിലര് റാലിച്ചായനെ ചീത്ത പറയാൻ തുടങ്ങി. ഇങ്ങേരുടെ ഒരു സ്വർണം ജീവനോടെ കരയെത്തുവോ ആവോ? ആ രാത്രി ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടൊരു ഇരിപ്പായിരുന്നു. കപ്പലിന്റെ മരമൊക്കെ ഒരുമാതിരി ഞെരങ്ങുന്ന ഒച്ച കേട്ട് പേടിച്ച് വിറച്ചുപോയി. നേരം വെളുത്തപ്പോ കൊടുങ്കാറ്റൊന്ന് ശമിച്ചു. പക്ഷേ കപ്പലിൽ അപ്പോഴേക്കും പുതിയൊരു ശത്രു എത്തിയിരുന്നു. അസുഖം. കടൽച്ചുരുക്ക് പിടിച്ചും ചീത്ത വെള്ളം കുടിച്ചും നല്ല ആഹാരം കിട്ടാതെയും പലരും തളർന്നു വീണു. മുഖമൊക്കെ വിളറി, പല്ലിന്റെ ഊനൊക്കെ വീർത്ത്. ചിലരുടെ കാര്യം കഷ്ടത്തിലായി. അന്നേരം പ്രതീക്ഷയൊക്കെ ഏതാണ്ട് പോയിരുന്നു. ഈ യാത്ര ഒരു മണ്ടത്തരമായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലോർത്തു. അങ്ങനെ തളർന്നും അവശരായും ഇരിക്കുമ്പോഴാണ് കപ്പലിന്റെ മുകളിലിരുന്ന ഒരുത്തൻ സർവശക്തിയും എടുത്ത് വിളിച്ചു കൂവിയത്, കര കാണുന്നേയെന്ന്. ആ ഒരൊറ്റ വിളി കേട്ടതും അതുവരെ ചത്തതുപോലെ കിടന്നവർ പോലും ചാടി എഴുന്നേറ്റ് കപ്പലിന്റെ മുകളിലോട്ടോടി. അങ്ങ് ദൂരെ പുക പോലെ നേർത്തൊരു വര, കര. കടലിന്റെ കലിപ്പൊന്നടങ്ങിയപ്പോ ഒരുവിധത്തിൽ ഞങ്ങൾ കര പിടിച്ചു. കപ്പലിൽ നിന്ന് കാലെടുത്ത് നിലത്ത് വച്ചപ്പോ എന്തൊരാശ്വാസമായിരുന്നെന്നോ. ചുറ്റും പച്ചപ്പും കേൾക്കാത്ത കിളികളുടെ ശബ്ദവും ഒരു പുതിയ മണവും. സംഗതി കൊള്ളാം. ഞങ്ങൾ എത്തിയത് ട്രിനിഡാഡ് എന്നൊരു ദ്വീപിലായിരുന്നു. പക്ഷെ ആ സന്തോഷമൊന്നും അധികനേരം നിന്നില്ല. റാലിച്ചായൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ ഒരു കാര്യം പിടികിട്ടി. ഈ ദ്വീപ് ഭരിക്കുന്നത് സ്പെയിൻകാരാണ്. അവരുടെ ഗവർണറുടെ പേര് അന്റോണിയോ ഡി ബെറിയോ. പോരാത്തതിന് ഈ ബെറിയോ ചായനും ഒരു എൽഡൊറാഡോ ഫാനാണത്രേ. പുള്ളിയും കുറേ നാളായി സ്വർണ്ണനഗലം തപ്പി നടക്കുക. ആഹാ, കൊള്ളാലോ കഥ. റാലിച്ചായൻ മനസ്സിലോർത്തു. നമ്മൾ വന്നത് മോഷ്ടാവിന്റെ വീട്ടിലേക്കാണല്ലോ. എന്നാൽ റാലിച്ചായൻ വെറും കൈയോടെ പോകുന്ന ആളല്ലല്ലോ. പുള്ളി തലപുകഞ്ഞ് ആലോചിച്ചു. നേരെ ചെന്ന് ബെറിയോയുടെ കഴുത്തിന് പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുള്ളി ഒരു പുതിയ അടവിറക്കി. അവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ, ആദിവാസികൾ, അവരുമായിട്ട് റാലിച്ചായൻ ചങ്ങാത്തം കൂടി. സ്പെയിൻകാർ ചെയ്യുന്ന പോലെ അവരെ തല്ലാനോ കൊല്ലാനോ പോയില്ല. പകരം അവരോട് സ്നേഹത്തോടെ സംസാരിച്ചു. കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ കൊടുത്തു. പാവങ്ങൾ സ്പെയിൻകാരുടെ കയ്യിൽ നിന്ന് ഇത്രയും നാളും അനുഭവിച്ച ക്രൂരതയൊക്കെ അവര് റാലിച്ചായനോട് കണ്ണീരോടെ പറഞ്ഞു. റാലിച്ചായൻ അവരെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട, നിങ്ങളെ രക്ഷിക്കാൻ വന്നവരാ ഞങ്ങള് എന്നൊരു ഡയലോഗും വിട്ടു.
അങ്ങനെ നാട്ടുകാരെയൊക്കെ കയ്യിലെടുത്തു. എൽ ഡൊറാഡോയിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അതൊക്കെ അറിയാവുന്നത് ആ ദുഷ്ടൻ ബെറിയോയ്ക്ക് മാത്രമാ. അയാളുടെ കയ്യിലുണ്ട് അതിന്റെ ഭൂപടം. ഇനി ബെറിയോയെ പൂട്ടണം. റാലിച്ചായനും കൂട്ടരും കൂടി ഒരു രാത്രി ആരും അറിയാതെ ഒരു പ്ലാനിട്ടു. ഒരു മിന്നലാക്രമണം. നേരം വെളുക്കുന്നതിന് മുൻപ് അവന്മാരുടെ കോട്ട വളഞ്ഞ് ഗവർണറെ പൊക്കണം. ആ രാത്രി, നിലാവില്ലാത്ത കരുത്ത രാത്രി, ഞങ്ങളൊരു സംഘം ആയുധങ്ങളൊക്കെയായിട്ട് കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അവരുടെ താവളം ലക്ഷ്യമാക്കി നീങ്ങി. നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഒരു യുദ്ധത്തിന്റെ ആവേശം സിരകളിലോട്ടൊന്ന് കേറി. കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ റാലിച്ചായൻ സിഗ്നൽ കൊടുത്തു. പിന്നെ അവിടെ ഒരു പുകിലായിരുന്നു. ഉറങ്ങിക്കിടന്ന സ്പാനിഷ് പട്ടാളക്കാർ ഞെട്ടിയുണർന്ന് വാളെടുക്കുന്നതിന് മുൻപ് ഞങ്ങൾ കാര്യം സാധിച്ചിരുന്നു. വലിയൊരു ചോലപ്പുഴയൊന്നുമുണ്ടായില്ല. പെട്ടെന്നുള്ള ആക്രമണത്തിൽ അവരങ്ങ് പകച്ചുപോയി. ഏറ്റവും അവസാനം ഗവർണർ ബെറിയോയെ സ്വന്തം മുറിയിൽ നിന്ന് ഞങ്ങൾ പൊക്കി. അയാൾ ഞങ്ങളെ കണ്ട് അന്തം വിട്ട് നിൽപ്പായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ട്രിനിഡാഡിലെ സ്പാനിഷ് ഗവർണർ ഞങ്ങളുടെ തടവുകാരനാണ്. ബെറിയോയുടെ മുഖത്ത് പുച്ഛം, പക്ഷെ കണ്ണുകളിൽ പേടിയുണ്ട്. കാരണം അയാൾക്കറിയാം എൽ ഡൊറാഡോയിലേക്കുള്ള വഴി അയാളുടെ തലയ്ക്കകത്താണെന്ന്. ആ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ റാലിച്ചായൻ എന്തു ചെയ്യുമെന്നായിരുന്നു അയാളുടെ പേടി. ഗവർണർ ബെറിയോയെയും പൊക്കി കപ്പലിലിരുത്തി റാലിച്ചായൻ ഒന്ന് ചിന്തിച്ചു. ഇനി എന്താ പരിപാടി? വെറുതെ ഈ ദ്വീപിലിരുന്നിട്ട് കാര്യമില്ല. സ്വർണനഗരം തേടി മുന്നോട്ടു പോകണം. ബെറിയോയുടെ കയ്യിൽ നിന്ന് എൽ ഡൊറാഡോയിലേക്കുള്ള വഴിയെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ റാലിച്ചായൻ തന്ത്രപരമായി ചോർത്തിയെടുത്തു. ആ വഴി തുടങ്ങുന്നത് ഒരിടത്ത് നിന്നാണ്, ഒറിനോക്കോ എന്ന ഭീകരൻ നദിയിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ വലിയ കപ്പലുകളൊക്കെ കടലിൽ തന്നെ നങ്കൂരമിട്ടു. കാരണം ആ വലിയ കപ്പലുകൾക്ക് ഈ നദിയുടെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. പകരം ചെറിയ വള്ളങ്ങളും തോണികളുമൊക്കെയായി യാത്ര തുടരാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു 100ഓളം പേര് കുറച്ച് ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും എടുത്ത് ആ ചെറിയ വള്ളങ്ങളിലേക്ക് മാറി. വലിയ കപ്പലിൽ നിന്ന് ഈ കൊച്ചു വള്ളത്തിലോട്ട് മാറിയപ്പോഴേ സംഗതിയുടെ ഗൗരവം പിടികിട്ടി. അതുവരെ കണ്ട നീലക്കടലും തെളിഞ്ഞ ആകാശവുമല്ല, ഇപ്പോ ഇരുവശത്തും ആകാശത്തോളം വളർന്നു നിൽക്കുന്ന മരങ്ങൾ. ഒന്നിനെ ഒന്നിങ്ങനെ കെട്ടിപ്പിണഞ്ഞ് സൂര്യരശ്മിക്ക് പോലും താഴോട്ട് വരാൻ മടിയാണ്. വെള്ളത്തിന് നല്ല കറുപ്പു നിറം. ഒരുമാതിരി ഗ്നതു പിടിച്ച ഒരു അന്തരീക്ഷം. ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിലും കേട്ടിട്ടില്ലാത്ത തരം പക്ഷികളുടെ ശബ്ദവും ഇടയ്ക്ക് വെള്ളത്തിൽ നിന്ന് എന്തോ ഒന്ന് പൊങ്ങിവരുന്ന ഒച്ചയുമൊക്കെ കേട്ട് ചിലരുടെ നെഞ്ചിലൊരു കാളൽ തുടങ്ങി. ഈ കാടിന്റെ ഉള്ളിൽ എന്തൊക്കെ ജീവികളാവും ഒളിച്ചിരിക്കുന്നേ? മണിക്കൂറുകളോളം ഞങ്ങൾ ആ വള്ളങ്ങൾ തുഴഞ്ഞു. വിയർത്തു കുളിച്ച് കൈയൊക്കെ കുഴഞ്ഞ് ഒരു പരുവമായി. റാലിച്ചായൻ കയ്യിലുള്ള ഭൂപടത്തിൽ നോക്കി എന്തൊക്കെയോ കണക്കുകൂട്ടുന്നുണ്ട്. കൂടെ വഴി കാണിക്കാൻ ഞങ്ങൾ കൂട്ടിയ നാട്ടുകാരനായ ഒരു പയ്യനുമുണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ 2 വഴികൾ മുന്നിൽ, ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും. ഏതു വഴിയെ പോകണം? ഞങ്ങളുടെ വഴികാട്ടിയായ ആ പയ്യൻ ഇടതുവശത്തെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഇതുവഴിയാ പോകേണ്ടത്. അപ്പോ അതുവരെ മിണ്ടാതിരുന്ന തടവുകാരൻ ബെറിയോ ഒരു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുവഴിയെ പോയാൽ നിങ്ങൾ തിരിച്ചുവരില്ല. അതൊരു ചതുപ്പിലേക്കുള്ള വഴിയാണ്. അസുഖങ്ങളും മരണവും മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ പെട്ടു. ആരെ വിശ്വസിക്കും? ഈ കാടിനെ അറിയാവുന്ന നാട്ടുകാരനെയോ അതോ ഇതേ വഴി പലതവണ പോയിട്ടുള്ള സ്പാനിഷ് ഗവർണറെയോ? റാലിച്ചായൻ ഒരു നിമിഷം എല്ലാവരെയും നോക്കി. ഒരു തെറ്റായ തീരുമാനം മതി ഈ 100 പേരുടെയും ജീവിതം ആ ചതുപ്പിൽ അവസാനിക്കാൻ. അടുത്ത പടി എന്തായിരിക്കും? ആരുടെ വാക്ക് വിശ്വസിക്കും? എല്ലാവരുടെയും കണ്ണ് റാലിച്ചായന്റെ മുഖത്തായിരുന്നു. ആ കവലയിൽ ആരുടെ വാക്ക് കേൾക്കണമെന്നറിയാതെ റാലിച്ചായൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് തടവുകാരനായ ബെറിയോയെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ നോട്ടത്തിലുണ്ടായിരുന്നു ഉത്തരം. നിന്റെ വാക്ക് കേട്ടാൽ ഞങ്ങൾ നേരെ സ്പാനിഷുകാരുടെ കെണിയിലായിരിക്കും ചെന്നു ചാടുന്നത് എന്ന് റാലിച്ചായൻ മനസ്സിൽ പറഞ്ഞു. പുള്ളി നേരെ വഴികാട്ടിയായ ആ പയ്യന്റെ തോളിൽ തട്ടി. നീ കാണിച്ചു തന്ന വഴിക്ക് തന്നെ പോകാം മോനെ. ബെറിയോയുടെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിൽ തന്നെ എന്ന മട്ടിലൊരിപ്പായി പുള്ളി. ഞങ്ങൾ ആ ഇടുങ്ങിയ വഴിയിലൂടെ പതിയെ മുന്നോട്ട് നീങ്ങി. ശരിക്കും പേടിപ്പിക്കുന്ന ഒരു വഴിയായിരുന്നു അത്. എന്നാലും കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ കാടിന്റെ ഉള്ളിൽ നിന്ന് പുകയുയരുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോൾ അതൊരു ഗ്രാമമായിരുന്നു. ആദിവാസികളുടെ ഒരു കൊച്ചു ഗ്രാമം.
ഞങ്ങളെ കണ്ടതും അവര് പേടിച്ച് ആയുധങ്ങളൊക്കെ എടുത്തു. പക്ഷേ റാലിച്ചായൻ അവരെ പേടിപ്പിക്കാൻ പോയില്ല. പുള്ളി വള്ളത്തിൽ നിന്നിറങ്ങി കയ്യിലൊന്നുമില്ലെന്ന് കാണിച്ച് ചിരിച്ചോണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വഴികാട്ടി പയ്യൻ അവരുടെ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ സ്പെയിൻകാരെപ്പോലെ ക്രൂരന്മാരല്ലെന്നും അവരെ സഹായിക്കാൻ വന്നവരാണെന്നും കേട്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരാശ്വാസം വന്നു. ആ ഗ്രാമത്തിന്റെ തലവൻ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു. സത്യം പറഞ്ഞാൽ അത്രയും നാളിനു ശേഷം ആദ്യമായിട്ടാ ഞങ്ങൾ കരയിൽ കാലുകുത്തി സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടുന്നത്. അവര് ഞങ്ങൾക്ക് കഴിക്കാൻ പഴങ്ങളും കിഴങ്ങുകളുമൊക്കെ തന്നു. ഉപ്പിലിട്ട പോത്തിറച്ചിയേക്കാൾ എന്ത് ഭേദമായിരുന്നു അതെന്നോ. അന്ന് രാത്രി ആ ഗ്രാമത്തിലെ തീയുടെ ചുറ്റുമിരുന്ന് അവരുടെ മൂപ്പൻ ഞങ്ങളോട് സംസാരിച്ചു. സ്പെയിൻകാർ അവരോട് ചെയ്ത കൊടും ക്രൂരതയുടെ കഥകൾ. അവരുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയതും എതിർത്തവരെ കൊന്നതും അവരുടെ ഗ്രാമങ്ങൾ തീയിട്ടതുമൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ ചോര തിളച്ചു. റാലിച്ചായൻ അവരുടെ തോളിൽ തട്ടി ഒരു ഉറപ്പുകൊടുത്തു. ഇനി സ്പെയിൻകാർ നിങ്ങളെ തൊടില്ല. ഇംഗ്ലണ്ടിലെ മഹത്തായ രാജ്ഞി നിങ്ങളെ സംരക്ഷിക്കും. പാവങ്ങൾ, അവരത് വിശ്വസിച്ചു. അപ്പോഴാണ് റാലിച്ചായൻ പതിയെ എൽ ഡൊറാഡോയെക്കുറിച്ച് ചോദിച്ചത്. ആ പേര് കേട്ടതും മൂപ്പന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. മനോവ, സ്വർണനഗരം, അദ്ദേഹം പറഞ്ഞു. അങ്ങു ദൂരെ ഈ പുഴയുടെ ഇസ്തകസ്ഥാനത്ത് ഒരു വലിയ തടാകക്കരയിൽ ഒരു നഗരമുണ്ട്. ആ നഗരത്തിലെ രാജാക്കന്മാർ സ്വർണത്തിലാണ് കുളിക്കുന്നത്. ഇത് കേട്ടതും ഞങ്ങളുടെ എല്ലാം രോമമെഴുന്നു നിന്നു. അപ്പോ കഥ സത്യമാണ്, ഇത് വെറും കെട്ടുകഥയല്ല. ആ മൂപ്പൻ പറഞ്ഞു, സ്പെയിൻകാർ ക്രൂരന്മാരാ, അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വന്നവരല്ലേ, ഞങ്ങൾ വഴി കാണിക്കാം. അന്നേരം റാലിച്ചായന്റെ മുഖത്ത് വിരിഞ്ഞ ആ ചിരിയുണ്ടല്ലോ, അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ബെറിയോയുടെ വാക്ക് കേൾക്കാതെ ആദിവാസികളെ വിശ്വസിക്കാൻ കാണിച്ച ആ ധൈര്യം, അത് ശരിയായിരുന്നു. ഞങ്ങൾക്ക് വഴി കാണിക്കാൻ ഇപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ കൂടെയുണ്ട്. അങ്ങനെ ആ കാടിന്റെ നടുവിൽ ഞങ്ങൾക്ക് പുതിയ കൂട്ടാളികളെ കിട്ടി. സ്വർണനഗരത്തിലേക്കുള്ള വഴി കൂടുതൽ തെളിഞ്ഞുവന്നു. പക്ഷേ വഴി തെളിഞ്ഞാൽ മാത്രം പോരല്ലോ, ആ വഴിയിലൂടെയുള്ള യാത്ര, അതായിരുന്നു അടുത്ത വെല്ലുവിളി. പുഴയും കാടുമൊരുക്കി വെച്ച കെണികളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. ആദിവാസികളുടെ സ്നേഹവും സഹായവുമൊക്കെ കിട്ടിയപ്പോ എല്ലാവർക്കും ഒരു ഉഷാറായി. ഇനിയിപ്പോ എൽഡൊറാഡോ അങ്ങ് കൺമുന്നിലെത്തിയ പോലെ. പക്ഷേ ആ പുഴയുണ്ടല്ലോ, ആ ഒരിനോക്കോ, അവനൊരു കളി ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ യാത്രയുടെ സ്വഭാവം അങ്ങ് മാറി. അതുവരെ ശാന്തനായി ഒഴുകിയിരുന്ന പുഴ പെട്ടെന്നൊരു ഭ്രാന്തന പോലെയായി. ചിലയിടത്ത് വെള്ളം പാറക്കെട്ടുകളിലിടിച്ചു പതഞ്ഞ് ചുഴി രൂപപ്പെട്ട് വട്ടം കറങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ കൊച്ചു വള്ളങ്ങളൊക്കെ ആ ചുഴിയിൽപ്പെട്ട് കറങ്ങിത്തിരിയാൻ തുടങ്ങി. ഒന്നു പാളിയാൽ ആ ചുഴിയുടെ ഉള്ളിലോട്ട് വലിച്ച് താഴ്ത്തിക്കളയും. തുഴഞ്ഞു കൈക്കുഴഞ്ഞൊരു പരുവമായി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ പുഴയുടെ നടുക്ക് വലിയ പാറക്കെട്ടുകൾ. അതിനിടയിലൂടെ വേണം പോകാൻ. വള്ളം ഒന്ന് ഇടിച്ചാൽ മതി, പലകയൊക്കെ തവിടുപൊടിയാവും. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന നാട്ടുകാരുടെ സഹായം കൊണ്ട് ഒരു വിധത്തിൽ അതിനിടയിലൂടെയൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്നാൽ ഞങ്ങളുടെ ശരിക്കുള്ള ശത്രു പുഴയിലെ ജീവികളായിരുന്നു. വെള്ളത്തിന് മുകളിൽ നോക്കുമ്പോൾ ഒന്നും കാണില്ല, പക്ഷെ അതിന്റെ അടിയിൽ മരണത്തിന്റെ ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു മരത്തടി പോലെ എന്തോ ഒന്ന് ഒഴുകി നീങ്ങുന്നത് കാണാം. സൂക്ഷിച്ചു നോക്കുമ്പോഴാ കാര്യം പിടികിട്ടുന്നത്. ചീങ്കണ്ണി, പല്ലും കാട്ടി അതങ്ങനെ കിടക്കുക. അറിയാതെ വല്ലവന്റെയും ബായ്യോ കാലോ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ഒരിക്കൽ ഞങ്ങളുടെ ഒരു വള്ളം മറിഞ്ഞു. അതിലുണ്ടായിരുന്ന 2 പാവങ്ങൾ വെള്ളത്തിൽ വീണു. അവരെ രക്ഷിക്കാൻ ഞങ്ങൾ കയറിടുന്നതിനു മുൻപ് തന്നെ വെള്ളം പെട്ടെന്നൊരു ചുവന്ന നിറമായി. വെള്ളത്തിനടിയിൽ നിന്ന് പിരാന എന്ന ഭീകരൻ മീനുകൾ കൂട്ടത്തോടെ വന്ന് അവരെ ആക്രമിച്ചു. നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഒരു നിമിഷം കൊണ്ട് ആ 2 മനുഷ്യരുടെ എല്ലുപോലും ബാക്കി വയ്ക്കാതെ അവറ്റകൾ തിന്നു തീർത്തു. ആ കാഴ്ച കണ്ടതും ഞങ്ങളെല്ലാവരും തരിച്ചുപോയി. പേടിച്ചു മരവിച്ചൊരവസ്ഥ. സ്വർണത്തെക്കുറിച്ചുള്ള സ്വപ്നമൊക്കെ ആ നിമിഷം മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ജീവനോടെ ഒന്ന് കരപറ്റിയാൽ മതിയെന്നായി. രാത്രിയായാൽ കാടിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും പേടിപ്പിക്കും. ജാഗ്വാറിന്റെ മുറൽച്ച, പാമ്പുകളുടെ ചീറ്റൽ. ഉറങ്ങാൻ പോലും പറ്റില്ല. എപ്പോഴാ ഏതു മൃഗമാണ് വള്ളത്തിലേക്ക് ചാടി വീഴുന്നതെന്നറിയില്ല. ഓരോ ദിവസവും ഓരോരുത്തരായി ഞങ്ങളെ വിട്ടുപോയി. ചിലരെ ചീങ്കണ്ണി പിടിച്ചു, ചിലരെ പാമ്പ് കടിച്ചു, മറ്റു ചിലർ പനി പിടിച്ച് അവശരായി വള്ളത്തിൽ കിടന്നു തന്നെ മരിച്ചു. കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. വിശപ്പും പേടിയും ക്ഷീണവും. ഞങ്ങളുടെ ധൈര്യമൊക്കെ പതിയെ ചോർന്നു തുടങ്ങി. റാലിച്ചായന്റെ മുഖത്തും ആദിയുണ്ടായിരുന്നു. എന്നാലും പുള്ളി അത് പുറത്തു കാണിച്ചില്ല. ധൈര്യമായിട്ടിരിക്കെ നമ്മൾ എത്താറായി എന്ന് പറഞ്ഞ്
അദ്ദേഹം ഞങ്ങൾക്ക് ആത്മവിശ്വാസം തന്നുകൊണ്ടിരുന്നു. എന്നാലും ഓരോരുത്തരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ടായിരുന്നു. ഈ പുഴ ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്വർണത്തിലേക്കോ അതോ മരണത്തിലേക്കോ? ഈ യാത്ര എന്ന് അവസാനിക്കും? ആ പുഴയോടുള്ള മല്ലിടൽ തുടരുകയായിരുന്നു. ജയിക്കുന്നത് ആരാണെന്ന് കാലത്തിനു മാത്രമേ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. ചീങ്കണ്ണിയോടും പിരാനയോടും മല്ലിട്ട് പനിച്ചും വിറച്ചും ഞങ്ങളുടെ സംഘം പകുതിയായെങ്കിലും യാത്ര നിർത്തിയില്ല. റാലിച്ചായന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാ മുന്നോട്ടു പോയത്. ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ തങ്ങും. അവിടുത്തെ ആദിവാസികൾ തരുന്നതൊക്കെ കഴിച്ച് അടുത്ത യാത്രയ്ക്കുള്ള ഊർജം സംഭരിക്കും. ഈ ഗ്രാമങ്ങളിലെ തങ്ങലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ കെടാതെ കാത്തത്. കാരണം ഓരോ ഗ്രാമത്തിലെത്തുമ്പോഴും എൽഡൊറാഡോയുടെ കഥകൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുമായിരുന്നു. അതായത് വെറുമൊരു കേട്ടുകേൾവിയല്ല, അവരൊക്കെ നേരിട്ട് കണ്ട പോലെയാ ആ നഗരത്തെക്കുറിച്ച് പറയുന്നത്. ഒരു ഗ്രാമത്തിലെ മൂപ്പൻ കയ്യിലുണ്ടായിരുന്നൊരു കമ്പുകൊണ്ട് മണ്ണിലൊരു ചിത്രം വരച്ചു കാണിച്ചു. ദാ ഇതുപോലൊരു വലിയ തടാകം. ആ തടാകത്തിന്റെ നടുക്കാണ് മനോവ എന്ന ആ വലിയ പട്ടണം. സൂര്യനുദിക്കുമ്പോൾ ആ പട്ടണത്തിന്റെ സ്വർണ്ണ മേൽക്കൂരകളിൽ തട്ടി വെളിച്ചം കണ്ണഞ്ചിക്കും. മറ്റൊരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു വേട്ടക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ മുത്തശ്ശന്മാർ ആ നഗരത്തിൽ പോയിട്ടുണ്ട്. അവിടുത്തെ രാജാവിന് 100 കണക്കിന് ഭാര്യമാരുണ്ട്. അവരൊക്കെ നടക്കുന്നത് സ്വർണം പാകിയ വഴികളിലൂടെയാ. അവിടുത്തെ പാത്രങ്ങൾ പോലും സ്വർണത്തിലാ തീർത്തിരിക്കുന്നത്. ഈ കഥകളൊക്കെ കേട്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അതുവരെ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ ഞങ്ങൾ മറന്നു. റാലിച്ചായൻ ഒരു കടലാസെടുത്ത് ഈ കേൾക്കുന്ന വിവരങ്ങളെല്ലാം വെച്ച് ഒരു ഭൂപടം തയ്യാറാക്കാൻ തുടങ്ങി. തടാകത്തിന്റെ രൂപം, അതിലേക്ക് വന്നു ചേരുന്ന പുഴകൾ, മലനിരകളുടെ സ്ഥാനം എല്ലാം അദ്ദേഹം ശ്രദ്ധയോടെ വരച്ചെടുത്തു. ഒരിക്കൽ ഒരു ഗ്രാമത്തലവൻ റാലിച്ചായന്റെ കയ്യിലേക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചുകൊടുത്തു. മഞ്ഞ നിറത്തിലുള്ള കുറേ കല്ലുകൾ. ഇതെന്താ? റാലിച്ചായൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇത് മനോവയിൽ നിന്നൊഴുകി വരുന്ന പുഴയുടെ തീരത്ത് നിന്ന് കിട്ടിയതാ. അവിടെ ഇതുപോലെ ആയിരക്കണക്കിനുണ്ട്. റാലിച്ചായൻ ആ കല്ലെടുത്ത് പരിശോധിച്ചു. അത് ശുദ്ധമായ സ്വർണ്ണക്കട്ടികളായിരുന്നു. അത് കണ്ടതും ഞങ്ങളെല്ലാവരും ആർത്തു വിളിച്ചു. അപ്പോ സംഗതി സത്യമാ, കെട്ടുകഥയല്ല, സ്വർണമുണ്ട്, ഞങ്ങളുടെ കൺമുന്നിൽ അതിന്റെ തെളിവ്. അതുവരെ സംശയിച്ചിരുന്നവരുടെ പോലും മുഖം പ്രകാശിച്ചു. റാലിച്ചായന്റെ മുഖത്ത് ഒരു വിജയച്ചിരി വിരിഞ്ഞു. പുള്ളി ആ സ്വർണ്ണക്കട്ടികൾ ഒരു തുണിയിൽ ഭദ്രമായി പൊതിഞ്ഞു. ഇത് രാജ്ഞിയെ കാണിക്കാനുള്ളതാണ്, നമ്മൾ വെറുങ്കൈയോടെയല്ല മടങ്ങുന്നത് എന്നുള്ളതിന്റെ തെളിവ്. അന്ന് രാത്രി ആർക്കും ഉറക്കം വന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ സ്വർണത്തിന്റെ ചിത്രമായിരുന്നു. വലിയ കൊട്ടാരങ്ങൾ, സ്വർണപാത്രങ്ങൾ, ആഭരണങ്ങൾ. ഓരോരുത്തരും തങ്ങൾ കോടീശ്വരന്മാരാകുന്നത് സ്വപ്നം കണ്ടു. ഈ പുതിയ തെളിവുകൾ കിട്ടിയതോടെ യാത്രയുടെ വേഗത കൂടി. എത്രയും പെട്ടെന്ന് മനോവയിലെത്തണം. വിശപ്പും ക്ഷീണവും ഒന്നും ഒരു പ്രശ്നമല്ലാതായി. കാരണം ലക്ഷ്യം തൊട്ടുമുന്നിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. മുന്നോട്ടു പോകുന്തോറും പുഴയുടെ സ്വഭാവം വീണ്ടും മാറി, കൂടുതൽ അപകടകാരിയായി. പക്ഷേ അതൊന്നും ഞങ്ങളെ പേടിപ്പിച്ചില്ല. കാരണം ഞങ്ങളുടെ കാതുകളിൽ മനോവയുടെ മന്ത്രങ്ങളായിരുന്നു. ആ മന്ത്രങ്ങൾ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. എന്നാൽ കാട്ടിലൊളിച്ചിരിക്കുന്ന ശത്രുക്കൾ ചീങ്കണ്ണിയും പിരാനയും മാത്രമല്ലെന്ന് ഞങ്ങൾ വൈകിയാണ് മനസ്സിലാക്കിയത്. കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു ശത്രു ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. സ്വർണക്കട്ടികളും കയ്യിൽ കിട്ടി മനോവ തൊട്ടടുത്താണെന്നുള്ള തോന്നലും വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു ആനയുടെ ബലമായിരുന്നു. പുഴയിലെ ചീങ്കണ്ണിയോ കാട്ടിലെ പുലിയോ ഒന്നും ഒരു പ്രശ്നമല്ലാതായി. എന്നാ വന്നാലും നേരിടാമെന്നൊരു ധൈര്യം. പക്ഷേ ഞങ്ങളെ കാത്തിരുന്ന യഥാർത്ഥ ശത്രുവിന് വാളോ പല്ലോ ഉണ്ടായിരുന്നില്ല. അവനെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ലായിരുന്നു. അവൻ ഞങ്ങളുടെ ചോലയിലാണ് കയറിപ്പറ്റിയത്. അതൊരു ദിവസമാണ് ശ്രദ്ധിച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ, നല്ല തടിയും ആരോഗ്യവും ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ, തീചരം പനിച്ചു വിറയ്ക്കുന്നു. അവൻ്റെ കണ്ണൊക്കെ മഞ്ഞ നിറമായി. എന്തൊക്കെയോ പുലമ്പുന്നു. വൈദ്യൻ വന്നു നോക്കിയിട്ടൊന്നും ഒരു പിടിയും കിട്ടിയില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും
ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതൊരു തുടക്കം മാത്രമായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ പേർ കിടപ്പിലായി. ഒരേ അസുഖം, കടുത്ത പനി, നിർത്താതെയുള്ള വിറയൽ, പിന്നെ ബോധമില്ലാത്ത സംസാരം. മലേറിയ, മലമ്പനി. അവിടത്തെ കൊതുകുകളാണ് ആ മരണദൂതനെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് കയറ്റിവിട്ടത്. ചിലർക്ക് വേറെ അസുഖങ്ങൾ. വയറിളക്കം പിടിപെട്ട് ദേഹത്തെ വെള്ളം മുഴുവൻ വാർന്നുപോയി എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ അസുഖങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു മരുന്നുമുണ്ടായിരുന്നില്ല. കണ്ണിനു മുന്നിൽ സ്വർണത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് കൂടെ ഇറങ്ങി വന്ന ചങ്ങാതിമാരെ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നത് എന്തൊരു നരകമാണെന്നോ. ഇന്നലെ വരെ തമാശ പറഞ്ഞ് ചിരിച്ചിരുന്നവൻ ഇന്ന് രാവിലെ ഒരു ജീവനില്ലാത്ത വസ്തുവായി വള്ളത്തിൽ കിടക്കുന്നു. അവന്റെ ശവം ആ പുഴയിലോട്ട് താഴ്ത്തുമ്പോൾ അടുത്തത് ഞാനാണോ എന്നൊരു പേടി ഉള്ളിലങ്ങ് കയറും. അതുവരെ ധൈര്യം തന്നിരുന്ന റാലിച്ചായന്റെ മുഖത്തും ഒരുതരം നിസ്സഹായത ഞാൻ കണ്ടു. വാളുകൊണ്ട് നേരിടാവുന്ന ശത്രുവല്ലല്ലോ ഇത്. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഇന്ന് എത്ര പേരുണ്ടാകുമെന്ന് എണ്ണി നോക്കുന്ന ഒരവസ്ഥയായി. ഞങ്ങളുടെ 100 പേരുടെ സംഘം പതുക്കെ പതുക്കെ 50ഉം 40ഉമായി ചുരുങ്ങി. ഈ അസുഖങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തളർത്തി. ആളുകളുടെ സ്വഭാവം മാറി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാനും തമ്മിൽ തല്ലുകൂടാനും തുടങ്ങി. ഇങ്ങേരുടെ ഒരു സ്വർണം നമ്മളെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്നതാ എന്ന് ചിലർ റാലിച്ചായൻ കേൾക്കാതെ പിറുപിറുത്തു. പ്രതീക്ഷയൊക്കെ ഏതാണ്ട് ഇല്ലാതെയായി. മനോവയിലെ സ്വർണ്ണക്കൊട്ടാരത്തിന്റെ ചിത്രമൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു. പകരം ഇംഗ്ലണ്ടിലെ വീടും അവിടത്തെ തണുപ്പും ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിന്റെ ഓർമ്മയും മനസ്സിലേക്ക് വന്നു. കാട്ടിലെ മൃഗങ്ങളോടും പുഴയിലെ അപകടങ്ങളോടും ഞങ്ങൾ പൊരുതി നിന്നു. പക്ഷേ ഈ കാണാമറയത്തിരിക്കുന്ന ശത്രുവിനു മുന്നിൽ ഞങ്ങൾ തോറ്റുപോവുകയായിരുന്നു. ഓരോ തുഴയെറിയുമ്പോഴും ഓരോ ശ്വാസമെടുക്കുമ്പോഴും ഞങ്ങൾ മരണത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണെന്ന് തോന്നി. ഇനി എത്ര ദൂരം മുന്നോട്ടു പോകാനാകും? ഈ യാത്ര തുടരാൻ മാത്രം ആൾക്കാർ ബാക്കിയുണ്ടാകുമോ? അതോ ഈ പുഴയുടെ ഏതെങ്കിലും ഒരു കരയിൽ ആരും അറിയാതെ ഞങ്ങളുടെ ഈ സ്വർണസ്വപ്നം അവസാനിക്കുമോ? ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അസുഖം വന്നും അപകടത്തിൽപ്പെട്ടും ഞങ്ങളുടെ സംഘം ഒരു എല്ലും തോലുമായി മാറിയിരുന്നു. എന്നാലും ഇത്രയും ദൂരം വന്നില്ലേ, ഇനി ഒരടി കൂടി മുന്നോട്ട് എന്നൊരു വാശിയില റാലിച്ചായൻ ഞങ്ങളെ നയിച്ചത്. മനോവ എത്താൻ ഇനി അധികം ദൂരമില്ലെന്ന് കൂടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവസാനത്തെ പ്രതീക്ഷ. പക്ഷേ പ്രകൃതി ഞങ്ങൾക്ക് വേണ്ടി കരുതിവെച്ച അവസാനത്തെ അടവ് വേറെയായിരുന്നു. ഒരു ദിവസം ദൂരെ നിന്നൊരു ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടു തുടങ്ങി. ആദ്യം ഞങ്ങൾ ഓർത്തു മഴ വരുമായിരിക്കുമെന്ന്. പക്ഷേ മുന്നോട്ടു പോകുന്തോറും ആ ശബ്ദത്തിന്റെ കനം കൂടിക്കൂടി വന്നു. അതൊരു ഇടിമുഴക്കമല്ല, ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം ഒരുമിച്ച് താഴോട്ട് വീഴുന്ന ഒരു ഭീകര ശബ്ദമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ആ കാഴ്ച കണ്ട് ഞങ്ങളുടെ എല്ലാം ശ്വാസം നിന്നുപോയി. മുന്നിൽ പുഴ അവസാനിച്ചിരിക്കുന്നു. പകരം ആകാശത്തോളം ഉയരത്തിൽ നിന്ന് ഒരു പാൽക്കടൽ പോലെ വെള്ളം താഴോട്ട് കുത്തിച്ചാടുന്നു. ഒരു കൂറ്റൻ വെള്ളച്ചാട്ടം. അത് ഞങ്ങളുടെ വഴി ഒരു മതിൽ പോലെ തടഞ്ഞു നിർത്തി. ആ കാഴ്ചയ്ക്ക് ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കണ്ണിൽ അതൊരു രാക്ഷസനായിരുന്നു. ഈ ഭീകരനെ മറികടന്ന് എങ്ങനെ മുന്നോട്ടു പോകും? ഈ ചെറിയ വള്ളങ്ങൾ ഇതിന്റെ ചുവട്ടിലെത്തിയാൽ മതി, ഒരു ശ്വെപ്കു പോലെ ചിതറിപ്പോകും. റാലിച്ചായൻ വള്ളൻ കരയ്ക്കടുപ്പിക്കാൻ പറഞ്ഞു. എല്ലാവരും നിസ്സഹായരായി ആ ജലത്തിന്റെ മതിലിലേക്ക് നോക്കി നിന്നു. ഞങ്ങളുടെ വഴികാട്ടികളായ നാട്ടുകാർ കൈമലർത്തി. ഇനി മുന്നോട്ട് വഴിയില്ല. ഈ മലയുടെ മുകളിലൂടെ വേണം പോകാൻ. അതിനാഴ്ചകളെടുക്കും. ഈ വള്ളങ്ങൾ ചുമന്നുകൊണ്ടു പോകാനൊക്കില്ല. എല്ലാവരുടെയും മുഖത്ത് നിരാശ പടർന്നു. ഇത്രയും ദൂരം, ഇത്രയും ത്യാഗം സഹിച്ചു വന്നിട്ട് ലക്ഷ്യത്തിന് തൊട്ടു മുന്നിൽ വെച്ച് വഴിമുട്ടിയിരിക്കുന്നു. അപ്പോഴാണ് ആകാശത്തിന്റെ നിറം പതിയെ മാറിയത്. അതുവരെ തെളിഞ്ഞു നിന്ന ആകാശം കറുത്ത കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. കാടിന്റെ സ്വഭാവമറിയാവുന്ന നാട്ടുകാർ പറഞ്ഞു, മഴക്കാലം തുടങ്ങി. ഇനി മാസങ്ങളോളം നിർത്താതെ മഴ പെയ്യും. പുഴ കരകവിഞ്ഞൊഴുകും. ഇനി ഇവിടെ നിന്നാൽ ഈ വെള്ളപ്പൊക്കത്തിൽ നമ്മളെല്ലാവരും ഒലിച്ചുപോകും. ഇത് കേട്ടതും അതുവരെ പിടിച്ചുനിന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. ഒരു വശത്ത് വഴിമുടക്കി നിൽക്കുന്ന വെള്ളച്ചാട്ടം, മറുവശത്ത് ഞങ്ങളെ വിഴുങ്ങാൻ വരുന്ന മഴക്കാലം. മുന്നോട്ടു പോകാനും വഴിയില്ല.
ഇവിടെ നിൽക്കാനും വഴിയില്ല. ഞങ്ങൾ ശരിക്കും ഒരു കെണിയിലകപ്പെട്ടു. രാലിച്ചായൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കി ഏറെ നേരം നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു ഭാവമായിരുന്നു, പരാജയത്തിന്റെ കയ്പ്. ഒരു സേനാധിപൻ തന്റെ അവസാനത്തെ യുദ്ധവും തോറ്റു നിൽക്കുന്നതുപോലെ. അദ്ദേഹത്തിന്റെ തോളുകൾ താഴ്ന്നു. പതിറ്റാണ്ടുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമാണ് കൺമുന്നിൽ തകർന്നു വീഴുന്നത്. ഇനി ഒരൊറ്റ വഴിയേ മുന്നിലുള്ളൂ. അത് മുന്നോട്ടായിരുന്നില്ല, പിന്നോട്ടായിരുന്നു. വന്ന വഴിയെ മടങ്ങിപ്പോവുക. പക്ഷേ അതൊരു വെറും മടക്കയാത്രയായിരിക്കില്ല, അതൊരു തോൽവിയുടെ യാത്രയായിരിക്കും. ആ രാത്രി ആ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലിന് കാതോർത്ത് തകർന്നുപോയ സ്വപ്നങ്ങളുമായി ഞങ്ങൾ അവിടെ കിടന്നു. മുന്നിലുള്ളത് ചോദ്യങ്ങൾ മാത്രം. ഈ കാട് ഞങ്ങളെ ജീവനോടെ തിരിച്ചു പോകാൻ അനുവദിക്കുമോ? വെറും കൈയോടെ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തുമ്പോൾ രാജ്ഞിയുടെയും നാട്ടുകാരുടെയും മുന്നിൽ എന്തു പറയും? യാത്രയുടെ ഏറ്റവും കഠിനമായ ഭാഗം തുടങ്ങാൻ പോകുകയായിരുന്നു.